നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദുരൂഹ സാഹചര്യത്തിൽ 3 സ്ത്രീകളെ കാണാതായ കേസിൽ സംശയനിഴലിലുള്ള പള്ളിപ്പുറം ചെങ്ങുംതറ CM സെബാസ്റ്റ്യൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇന്നലെ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ വാച്ചിന്റെ ഡയലും 2 ചെരുപ്പുകളും കണ്ടെത്തി. സെബാസ്റ്റ്യന്റെ സുഹൃത്ത് ചേർത്തല ശാസ്താംകാവിൽ സ്വദേശി റോസ് അമ്മയുടെ ഉടമസ്ഥയിലുള്ള കോഴിഫാമിന്റെ ഷെഡിലും പരിശോധന നടത്തിയിരുന്നു. റോസമ്മയെ ചേർത്തല പോലീസ് ചോദ്യം ചെയ്യും. എന്നാൽ പോലീസിന് ഇതുവരെ നിർണായകമായ ട്വിസ്റ്റ് കേസിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യുന്നവരെല്ലാം ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ്. റോസമ്മയും കേസുമായി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് നിഗമനം. സെബാസ്റ്റിനെ കുറിച്ച് വ്യക്തമായ സൂചനകൾ റോസമ്മയ്ക്കുണ്ട്. പക്ഷേ ഒന്നും പോലീസിനോട് പറയുന്നില്ല. കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ എന്ന 52 വയസ്സുകാരി, വാരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്ന 57 എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലത്തെ പരിശോധന. ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലയിൽ ജെയിനമ്മ എന്ന 54 വയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾ കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങളും വീട്ടിനുള്ളിൽ രക്തക്കറയും കണ്ടെത്തിയിരുന്നു. കാണാതായ ഐഷയുടെ സുഹൃത്തും അയൽവാസിയുമാണ് റോസമ്മ. ഐഷയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തിയത് റോസമ്മയാണ്. ഇതൊന്നും ഇപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. എന്നാൽ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട റോസമ്മയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറഞ്ഞു. റോസമ്മയ്ക്കെതിരെ ഐഷയുടെ ബന്ധുക്കളും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഐഷയുടെ തിരോധാനം അന്വേഷിക്കുന്ന ചേർത്തല പോലീസാണ് ഇന്നലെ റോസമ്മയുടെ മൊഴിയെടുത്തത്. ഇവരെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ സഹകരിക്കാതിരുന്ന സെബാസ്റ്റ്യൻ ഇപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. എന്നാൽ പലതും പരസ്പര വിരുദ്ധമായാണ്. കേസുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നോ എന്നറിയാനായി അന്വേഷണ സംഘം സെബാസ്റ്റ്യന്റെ ഭാര്യയെ ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. 2ാം തവണയാണ് ഇവരെ ചോദ്യം ചെയ്തത്. തനിക്കൊന്നും അറിയില്ലെന്ന മറുപടിയാണ് അവർ നൽകിയിരിക്കുന്നത്. ഏറ്റുമാനൂരിലാണ് സെബാസ്റ്റ്യന്റെ ഭാര്യ സുബി താമസിക്കുന്നത്. സെബാസ്റ്റ്യൻ 17ാം വയസ്സിൽ ബന്ധുക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി വധിക്കാൻ ശ്രമിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. കുടുംബ ഓഹരി വീതം വെച്ചതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ കുടുംബം പിതൃ സഹോദരന്റെ കുടുംബവുമായി തർക്കമുണ്ടായിരുന്നു. ഇതിലുള്ള വിരോധത്തിലാണ് സെബാസ്റ്റ്യൻ പിതൃ സഹോദരന്റെ വീട്ടിലെത്തി ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്. ഭക്ഷണം കഴിച്ച 3 പേർ അവശനിലയിൽ ആശുപത്രിയിലായെന്നും സെബാസ്റ്റ്യന്റെ അയൽവാസിയായ TR ഹരിദാസ് പറഞ്ഞു. അന്ന് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിയൊന്നും നൽകിയിരുന്നില്ല. എന്നാൽ സെബാസ്റ്റ്യന്റെ ഒരു ബന്ധു കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിഷയം കോടതിയിൽ എത്തിയെങ്കിലും ബിന്ദു ഹാജരായില്ല. തുടർന്ന് ഈ സ്ഥലത്തിന്റെ അവകാശം പള്ളിപ്പുറം സ്വദേശിക്ക് നൽകി കോടതി വിധിച്ചു. വ്യാജ മുക്താർ കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകുകയും ചെയ്തു. ഐഷ തിരോധാന കേസിലാണ് ചേർത്തല നെടുമ്പ്രക്കാട്ടെ വീട്ടിലെത്തി റോസമ്മയെ ചോദ്യം ചെയ്തത്. റോസമ്മയുടെ കോഴിഫാമിൽ രേഖപ്പെടുത്തി പരിശോധന നടത്തി. ഐഷയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയില്ലെന്നും ഐഷയും സെബാസ്റ്റ്യനും വീട്ടിൽ വന്നിരുന്നുവെന്നും റോസമ്മ പ്രതികരിച്ചു. സെബാസ്റ്റ്യന് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ്. പറമ്പിൽ ഇപ്പോൾ പരിശോധന എന്തിനെന്ന് അറിയില്ല. ഐഷയുമായി ഒരു ബന്ധവുമില്ല. വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും റോസമ്മ പറയുന്നു. ഐഷ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന ആളാണ്. വഴിയെ പോകുമ്പോൾ സംസാരിക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത്. ഐഷയെ കാണാതാകുന്ന സമയത്ത് താൻ പള്ളിയിലായിരുന്നു. ഫോൺ കോളുകൾ വന്നിരുന്നു. കോഴിഫാം നിൽക്കുന്ന സ്ഥലം മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് വൃത്തിയാക്കിയത് സെബാസ്റ്റ്യനാണ്. സെബാസ്റ്റ്യനും ഐഷയുമായുള്ള ബന്ധം എന്തെന്ന് അറിയില്ല. താനല്ല ഐഷയെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയത് എന്നും റോസമ്മ പറയുന്നു. അതേസമയം റോസമ്മയും ഐഷയും അടുത്ത പരിചയക്കാരെന്ന ഐഷയുടെ ബന്ധു ഹുസൈൻ പറയുന്നു. ഐഷയുടെ തിരോധാനത്തിൽ റോസമ്മയ്ക്കും സെബാസ്റ്റ്യനും പങ്കുണ്ട്. 2012 കാണാതായ ഐഷ 16 എങ്ങനെയാണ് കോഴിഫാം വൃത്തിയാക്കാൻ എത്തുന്നത് എന്ന് ഹുസൈൻ ചോദിച്ചു. സെബാസ്റ്റ്യൻ റോസമ്മയുടെ വീട്ടിൽ സ്ഥിരമായി എത്തുമായിരുന്നു. റോസമ്മയെ ചോദ്യം ചെയ്യുകയും പരിസരം പരിശോധിക്കുകയും വേണം. റോസമ്മ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ലെന്നും ഹുസൈൻ പറഞ്ഞു.